വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത കുരുതിക്കളമാകുന്നു. നവീകരണം അശാസ്ത്രീയമെന്ന ആരോപണം ശക്തം. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി BM&BC നിലവാരത്തിൽ 105.12 കോടി രൂപ മുടക്കി നവീകരിച്ചതോടെ റോഡ് നന്നായെങ്കിലും റോഡിലെ വളവുകളും തിരിവുകളും മാറിയില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട പലയിടത്തും വീതിയുമില്ല. ഇതിനോടകം അപകടങ്ങളിൽ നിരവധി പേർക്കാണ് ഈ റോഡിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ചേലക്കോട് വെച്ച് സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചതാണ് അവസാന സംഭവം. നിരവധി പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. കൂടാതെ ചേലക്കോട് റോഡിന് വശങ്ങളിൽ സംരക്ഷണ ഭിത്തിയോ ആവശ്യമായിടങ്ങളിൽ കാനകളോ നിർമ്മിച്ചിട്ടില്ല. ഇതുമൂലം ഉയർന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളവും മണ്ണും മണലും മറ്റും റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇതെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശീധരൻ പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റോഡ് പുനർനിർമ്മിച്ചുവെങ്കിലും പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം സ്കൂട്ടർ മറിഞ്ഞ യുവാവ് മരിച്ചയിടത്ത് നിർമ്മിച്ച കലുങ്കിന് വീതി കുറവാണെന്ന നിർമ്മാണ വേളയിൽ തന്നെ ആരോപണമുണ്ടായിരുന്നതാണ്. ഈ ഭാഗത്തുള്ള വളവ് നിവർത്താനും നിർമ്മാണ കമ്പനി തയ്യാറായില്ലെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുറഹ്മാൻ ആരോപിച്ചു. TCV ന്യൂസ്, ചേലക്കര.